എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്ന ഗീതു ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുവാണ്. ഗീതുവിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഗീതു നേരെ പോകുന്ന പ്രിയയുടെ മുറിയിലേക്കാണ്. പ്രിയയുടെ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രിയ കുഞ്ഞിനെ കളിപ്പിച്ച് മാധവിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പ്രിയോട് പറഞ്ഞു, ഇനി ഞാൻ കുറച്ചേരം കുഞ്ഞിനെ നോക്കിക്കോളാന്ന് പറയാണ്. പിന്നീട് മാധവിന്റെ അടുത്തേക്ക് ചെന്നു. മാധവിന്റെ അടുത്ത് ചെന്നിട്ട് മാധവിനെ ഇങ്ങനെ കൊഞ്ചിക്കുവാണ്. ഈ സമയം പ്രിയ പറഞ്ഞു, എന്നാ ഞാനിന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് മാധവ കൈയും കാലും ഒക്കെ ഇട്ട് അടിച്ച് അവിടെ കിടന്ന് ഓരോ കുസൃതികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഗീത പറഞ്ഞു, അതേ നീ അതേ കൈയും കാലും ഇട്ട് അടിക്കണ്ട. നിനക്കൊരു കുഞ്ഞനിയനോ അനിയത്തിയോ വരാൻ പോകുന്നുണ്ട്. മിക്കവാറും ഒരു കുഞ്ഞനിയനാ വരാൻ പോകുന്നെങ്കിൽ അവന് മാധവ് എന്ന് പേരിടണമെന്ന് എനിക്ക് ആഗ്രഹം. പക്ഷെ ഒരു വീട്ടിൽ രണ്ട് മാധവ്, അതെങ്ങനെ ശരിയാവും? എന്നാലും കുഴപ്പമില്ല, അനിയനാനും കുഴപ്പമില്ല, അനിയത്തി ആളും കുഴപ്പമില്ല എന്ന് പറയാം. ഞാൻ ചില പേരുകളൊക്കെ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയണം. പിന്നീട് ചെന്താട കള്ളക്കുട്ട, നീ എന്നെ നോക്കണമെന്ന് ചോദിക്കാം. എത്ര പേര് വന്നാലും അതെ നീ ആയിരിക്കും എന്റെ ആദ്യത്തെ കുഞ്ഞ്. അതേ ഉറപ്പിച്ച കാര്യമാണ്. എത്ര പേര് വന്നാലും നിന്നോടുള്ള സ്നേഹം എനിക്ക് കുറയാനൊന്നും പോകുന്നില്ലെന്ന് പറയാണ്. അങ്ങനെ കളിപ്പിച്ചോണ്ടിരിക്കുക. പിന്നീട് പ്രിയ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഗീതു ഭയങ്കര സന്തോഷത്തിലാണ്. എന്താ ഗീതു ചേച്ചി പതിവിലും വീരീതുമായിട്ട് ഭയങ്കര സന്തോഷമാണല്ലോ എന്ന് ചോദിക്കാം. ഒന്നുമില്ല, എന്തോ കാര്യമായിട്ടുണ്ടല്ലോ. ഇന്ന് ആ മുഖം കണ്ടാൽ അറിയാന്ന് പറയും. ഒന്നുമില്ല, നിനക്ക് വെറുതെ തോന്നാന്ന് പറയും. പതിവിലും വിപരീതമായ മുഖത്തൊരു തുടിപ്പും പ്രസരിപ്പും ഒക്കെ കാണാനുണ്ടെന്ന് പറയാണ്. പിന്നീട് ഗീതു അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം ഗോവിന്ദ് ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുക. ഗോവിന്ദന് അറിയണം, കാരണം തങ്ങൾ ഉണ്ടാക്കിയ അതേ പ്രോജക്റ്റ് തന്നെയാണ് ഇപ്പൊ അവിടെ പാസ്സായിരിക്കുന്നത്. അതെങ്ങനെയാണ് 10 കോടി രൂപ കുറച്ചിട്ടാണ് ആ പ്രോജക്റ്റ് കൈവന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓഫീസിൽ നിന്ന് ആരെങ്കിലും ആണോ, അതോ ഇനിയിപ്പം എങ്ങനെയാണ്? തങ്ങളിൽ ആരെങ്കിലും അല്ലാതെ ഈ കാര്യം ചെയ്യത്തില്ല. പിന്നീട് അജാസിനോട് പറഞ്ഞു, അതാരാ എന്താ ഏതാന്നൊക്കെ അറിയണം. ആ പ്രോജക്റ്റ് ചോർത്തിയത് ആരാന്നുള്ള കാര്യം അറിയണം. ചേതൻ ഗ്രൂപ്പിന് ആ പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നെ പ്രവർത്തിച്ച് ആരാന്നൊക്കെ അറിയണമെന്ന് പറയണം. അങ്ങനെ അജാസിനെ ആ കാര്യം ഏർപ്പെടുത്തുവാണ്. അങ്ങനെ അവസാനം അജാസ് ആ സത്യം കണ്ടെത്തുവാണ്. ഗീതു ആന്നുള്ള കാര്യം അറിയാണ്. ഗീതുവിന്റെ ലാപ്ടോപ്പിൽ നിന്നാണ് പോയിരിക്കുന്നത്. അപ്പൊ അത് ഗീതു ആന്നൊരു കാര്യം, കാരണം ഗീതുവിനെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. പക്ഷെ ഗീതു ബാബു ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അജാസ് ഒന്ന് ഞെട്ടി. പിന്നീട് അജാസ് ഗോവിന്ദന്റെ അരിയിലേക്ക് വരുവാണ്. ഗോവിന്ദ് ചോദിച്ചു, അജാസെ വിവരങ്ങളൊക്കെ കിട്ടിയോന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ എന്താ അജാസെ കാര്യം എന്താന്ന് പറ. അജാസിന് പറയാനൊരു മടി, കാരണം പെങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരണം ഗോൻസാറിന് അറിയാൻ പറ്റില്ല. സ്വന്തമല്ലേ, അപ്പൊ പിന്നെ അങ്ങനെ ഒരു ചതി ഏതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൻസാറിന് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല. ഇതിന് പിന്നെ വേറെ എന്തെങ്കിലും ചതി ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. പിന്നീട് അജാസ് പറഞ്ഞു, അത് പിന്നെ എന്ന് പറഞ്ഞാലേ നമ്മൾക്ക് പ്രിയപ്പെട്ട ആൾക്കാരാരെങ്കിലും ആണെങ്കിൽ നമുക്ക് വേദനിക്കില്ലേ ഗോൻസാറെന്ന് ചോദിക്കാം. അത് ശരിയാ വേദനിക്കും എന്നും പറഞ്ഞുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. അല്ല അങ്ങനെയാണെങ്കിൽ ആ രഹസ്യം അറിയാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കാം. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പൊ അതിന്റെ പുറകെ പോകാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കാം. ഗോവിന്ദ് പറഞ്ഞു, ആരൊക്കെയാണെങ്കിലും എന്റെ സ്വന്തം കൂടപ്പുറപ്പാണ് ഈ ചതി എന്നോട് ചെയ്തെങ്കിലും എനിക്ക് അതിനെക്കുറിച്ച് അറിയണം, ഇത് ആരാ ചെയ്തതെന്നുള്ളതെന്ന് പറയണം. അവസാനം അജാസ് എന്ത് ചെയ്യുകയാണ്, തനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അതും കൂടെ പാസ് ചെയ്യണം. ഫോണിനകത്തേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഗീതാഞ്ജലിയാണ്, ഗോവിന്ദമാധവന്റെ ഭാര്യ ഗീതാഞ്ജലിയാണ് ഞങ്ങൾക്ക് ഈ വിവരങ്ങൾ ചോർത്തി തന്നേന്ന്. അതൊരു ട്രാപ്പായിരുന്നു. പക്ഷെ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഗീതുവോ, അവൾ ഇങ്ങനെ ചെയ്യുവോ? ഈ സമയം അജാസ് പറഞ്ഞു, എനിക്ക് തോന്നേ ഗീതു അങ്ങനെ ഒരിക്കലും ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല ഗോൻസാറി, ഇതിന്റെ പിന്നിൽ എന്തോ ചതിയുണ്ടെന്ന് തോന്നേ. പക്ഷെ അജാസെ നമുക്ക് മാത്രം അറിയാവുന്ന വിവരം ഇതെങ്ങനെ ചോർന്ന് കിട്ടി? ഇതിന്റെ പിന്നിൽ എന്തേലും ഇതുണ്ടായിരിക്കുവോ, ചതി ഉണ്ടായിരിക്കുമോ എന്ന് ചോദിക്കാം. എനിക്കറിയത്തില്ല. ഗീതു ആണെങ്കിൽ അവൾ എന്തിന് വേണ്ടി ഇത് ചെയ്തു? ഒരു പക്ഷെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അവൾ ഇതിങ്ങനെ ചെയ്യുവോ? ഒരിക്കലും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അവൾക്ക് എത്ര കോടി വേണമെങ്കിലും ഞാൻ കൊടുക്കൂലോ, പക്ഷെ അവൾ ഇങ്ങനെ എന്നോട് ചതി ചെയ്യുവോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അജാസ് പറഞ്ഞു, അതെ എടുത്തു ചാടി ഒരു തീരുമാനം ഒന്നും എടുക്കണ്ട. ആദ്യം ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് പഠിക്കണം. കാരണം ഇതിന് പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോന്ന്. സുവർണയുടെ വരണ്ട കളികളാന്നൊക്കെയുള്ള കാര്യമൊന്നും ഈ പറയുന്ന ഗോവിന്ദ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഗോവിന്ദ് ആകെപ്പാട് ടെൻഷനായി. വീട്ടിലേക്ക് പോലും പോകാൻ പറ്റാത്തൊരു സ്ഥിതിയായി. എങ്ങനെ പോകും? ഗീതുവിന്റെ മുഖത്തേക്ക് എങ്ങനെ നോക്കും? അവളാ തന്നോട് ഈ ചതി ചെയ്തെങ്കിൽ അവർണയോട് അവൾ ഈ ചതിയല്ലേ ചെയ്തിരിക്കുന്നത്. പാവം എത്ര നാളത്തെ കഷ്ടപ്പാടാണ് ഈ ടൗൺഷിപ്പ്. അപ്പൊ അത് ഇത്ര പെട്ടെന്ന് ഒന്നുമല്ലാതെ തീർന്നു ചേർത്തിട്ട് ഗോവിന്ദനും വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. ആ സമയം ഗീത ഇത് ഒന്നും അറിഞ്ഞിരുന്നില്ല. ഗോവിന്ദ് വരുമ്പോ എങ്ങനെ ഗോവിന്ദന് മുന്നിൽ
താൻ്റെ അമ്മയാണെന്നും പോകുന്ന കാര്യം അറിയിക്കണം എന്നൊരു ചിന്തയോട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഗീത ഇരുന്നിരുന്നത്. പിന്നീട് രാധികാമ്മ എൻ്റെ വീട്ടിലേക്ക് വരുക. രാധികാമ്മ വന്നാലും രാധികാമ്മയുടെ നെഞ്ചിനകത്തൊരു തീയ. ചേത ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് താൻ ഗോവിന്ദനെ ഒറ്റിക്കൊടുത്തിരിക്കുന്നത്. ദൈവമേ, ഇതെങ്ങാനും ഗോവിന്ദ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. തൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. വല്ലാത്തൊരു ടെൻഷനും വെപ്രാളും ഒക്കെ രാധികാമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് രാധികാമ്മയ്ക്ക് ഇരിപ്പുറയ്ക്കണില്ല. അനാർക്കലിനെ വിളിക്കുവാണ്. അനാർക്കലിയെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ നിന്റെ പണം റെഡി ആയിട്ടുണ്ടെന്ന് പറയണം. പിന്നീട് അനാർക്കലിയെ കാണാനായിട്ട് രാധികാമ്മ ചെല്ലുവാണ്. അനാർക്കലിക്ക് പണം കൈമാറി. അനാർക്കലി പറഞ്ഞ് ബാക്കി പണം അതെപ്പോൾ തരുമെന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞല്ലോ അനാർക്കലി, അത് കിട്ടുന്ന പോലെ തന്നെ നിന്നെ എത്തിക്കാന്ന് പറയണം. അതുകൊണ്ടൊന്നും ആയില്ല, അറിയാലോ, പണം കിട്ടണമെന്ന് പറയാം, ഇല്ലെങ്കിൽ ഈ അനാർക്കലിയുടെ സ്വഭാവം മാറും എന്ന് പറഞ്ഞിട്ട് ആ കയ്യിലുണ്ടായിരുന്ന ആ വീഡിയോസ് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടോ, ഭദ്രന്റെ വീഡിയോ കണ്ടോന്ന് ചോദിക്കുകയാണ്. ഇതിനകത്ത് എല്ലാം നല്ല വ്യക്തമായിട്ടുണ്ട്. പണം തന്നില്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ പിന്നെ ആരെയൊക്കെ കാണിക്കുമെന്ന് അറിയാലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാധികാമ്മയിൽ ഒരു ഞെട്ടലുണ്ടായി. ഇവളൊരു ബോംബാണ്, എപ്പോൾ വെള്ളം പൊട്ടിത്തെറിക്കാവുന്ന ബോംബ്. താൻ കൊണ്ടേ തല വെച്ച് കൊടുത്തും കഴിഞ്ഞു. എപ്പോൾ വെള്ളം തൻ്റെ തല തെറിക്കും. അതിനു മുമ്പ് ഇവളെ അങ്ങോട്ട് ഇല്ലാതാക്കണം. ഈ ബോംബ് അങ്ങ് നിർവീര്യമാക്കിയാൽ പിന്നെ കുഴപ്പമില്ലോ. പക്ഷെ എങ്ങനെ, എത്രയും പെട്ടെന്ന് ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ തനിക്ക് ഒരിക്കലും ഒരു പിടിച്ചിരിപ്പ് ഉണ്ടാവില്ലെന്ന് മനസ്സിലായി. പിന്നീട് രാധികാമ്മ വീട്ടിലേക്ക് വരികയാണ്. കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് വരുൺ വരുന്നത്. വരുൺ ഭയങ്കര സന്തോഷത്തിൽ മദ്യപിച്ചിട്ടൊക്കെയാണ് വരുന്നത്. രാധികാമ്മയ്ക്കാണെങ്കിൽ അത് കണ്ടപ്പോഴത്തേന് ഒന്നുകൂടെ അങ്ങോട്ട് ദേഷ്യം വന്നു. രാധികാമ്മ പറഞ്ഞു, എടാ വരണേ, നീ ഇത് എന്ത് ഭാവിച്ചാ നിൽക്ക്? എന്ത് അമ്മേ, ഒരിച്ചിരി സന്തോഷത്തിൽ മദ്യപിച്ചെന്നോർത്ത് എന്താ കുഴപ്പം? ഇന്നൊരു സന്തോഷകരമായ ദിനമല്ലേന്ന് ചോദിക്കും. നിനക്ക് സന്തോഷമായിരിക്കും, പക്ഷെ എൻ്റെ നെഞ്ചി തീയാന്ന് പറയണം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരു അവസ്ഥയെ കൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഗോവിന്ദനോട് ഞാൻ ഇങ്ങനെ ചതി ചെയ്യുന്നതെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ലമ്മേ, അതൊന്നും പ്രശ്നമില്ല. ഇരു ചെവി അറിയത്തില്ലാതെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓക്കെ ആക്കിയില്ലേ. അത് മാത്രമല്ല, ഗീതനോട്ടൊരു പണിയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഗീതുവാണ് ഇത് ചോർത്തിയെന്നുള്ള കാര്യം പറയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗോവിന്ദൻ അതൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ തന്നെ തമ്മിൽ ഫൈറ്റ് ചെയ്തോളും. നമ്മളിതെല്ലാം കണ്ടു നിന്നാൽ മതി. മിക്കവാറും ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു റോളും കൂടെ ഉണ്ടാവും. അവൾ ഇവിടുന്ന് അടിച്ചിറക്കാനുള്ളത്. അതധികം വൈകാതെ നടക്കുമെന്ന് പറയണം. ഇത് കേട്ടൻ രാധിക പറഞ്ഞു, അങ്ങനെയൊക്കെ വല്ല നടക്കുമേ അല്ലേ അമ്മ കണ്ടോളാൻ പറയണം. രാത്രിയായിട്ടും ഗോവിന്ദനെ കാണാൻ ഇപ്പം ഗീതുവിന് ആപ്പെടാ അസ്വസ്ഥ. വിളിച്ചു നോക്കിയിട്ട് കിട്ടണമില്ല. ഇതെന്തായി ഗോവിന്ദൻ ഇത്ര വൈകുന്നല്ലോ. അങ്ങനെ ആകെപ്പാടെ ടെൻഷനൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ സമയം രാധികാമ്മ ഉറങ്ങാൻ പോയി കിടന്നു. രാധികാമ്മയ്ക്ക് ഉറങ്ങാൻ കിടന്ന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കിടന്നത് മയങ്ങി. ഉറക്കത്തിൽ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ട് വേറൊന്നും ആയിരുന്നില്ല, ഭദ്രനടുത്ത് വരുന്നേ. കർമ്മം ചെയ്യാൻ പോലും എൻ്റെ ബോഡി കൊടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ ഇങ്ങനെ വന്നു കിടന്ന് രാധികാമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കാനൊക്കെ ശ്രമിക്കുന്ന സ്വപ്നം കണ്ടേ. പെട്ടെന്ന് രാധികാമ്മ സ്വപ്നത്തിൽ ഞെട്ടി എഴുന്നേറ്റ് ഓടുവാണ്. ഓടിക്കുമ്പോൾ നേരെ പോയി ഭിത്തിക്കിട്ട് പോയി തലയിടിച്ചു. നെറ്റിയെല്ലാം പൊട്ടി. അലറി വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആ ശബ്ദം കേട്ട് വരുൺ ഓടി വരുവാണ്. എന്താമ്മേ, എന്താ കാര്യം എന്ന് ചോദിക്കുക. ദേ ഭദ്രൻ ഇവിടെ ഉണ്ടെന്ന് പറയണം. ഭദ്രനോ? അമ്മ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കുകയാണ്. ദൈവമേ, ആരെങ്കിലും കേട്ടാ തീർന്നു. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും നെറ്റി പൊടി ചോരയിലിക്കുക. ഇതെന്താമ്മേ, അമ്മയുടെ നെറ്റി പൊട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറയാം. പക്ഷെ രാധികാമ്മ ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. രാധികാമ്മയുടെ മനസ്സിൽ ഭദ്രനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. പോരാഞ്ഞിട്ട് ഇന്ന് ആ വീഡിയോ കൂടെ കണ്ടു. അതൊക്കെ ഓർത്ത് വെച്ചപ്പോൾ സമനില ഇട്ടുന്ന പോലെ തോന്നി രാധികാമ്മയ്ക്ക്. പിന്നീട് വരുൺ പറഞ്ഞു, ഇതേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്ന് പറയണം. പിന്നീട് രാധികാമ്മനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്ന് രാധികാമ്മയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്ത് മുറിവൊക്കെ അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഡ്രസ്സ് ചെയ്ത് കിടത്തിയാൽ രാധികാമ്മയുടെ നെഞ്ചി തീയ. രാധികാമ്മ പറഞ്ഞു, ഇതേ വരണേ, ഒരു കാര്യം ഞാൻ പറയാം. ഭദ്രൻ വരുന്നുണ്ട്. ഭദ്രൻ വന്നിട്ട് എന്താ പറഞ്ഞെന്നറിയാവോ? എന്നെ കൊല്ലാൻ വന്നു. അത് മാത്രമല്ല, അയാൾ പറഞ്ഞെന്താ, എനിക്ക് കർമ്മം ചെയ്യാൻ പോലും ബോഡി വിട്ട് കൊടുത്തില്ലോ എന്നൊക്കെ. അയാൾ എന്നെ പിന്തുടരുമെന്ന്. ശരിക്കും സത്യമാണോ എനിക്കറിയത്തില്ല. അയാൾ ഇനി മരിച്ചതാണോ, ഇനിയിപ്പം മരിച്ചിട്ടില്ലയോ, എനിക്ക് ഭയങ്കര സംശയം ഉണ്ടെന്ന് പറയണം. അങ്ങനെയാണ് അയാളുടെ ബോഡി ഇത് എവിടെയാന്നൊക്കെ ചോദിക്കുക. അപ്പോഴേക്കും നേഴ്സ് വന്നു. വരുമ്പോൾ ചമ്മയൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടൻ രാധികാമ്മ ചുറ്റും നോക്കുവാണ്, വല്ലാത്തൊരു ഭയപ്പാടോട് കൂടിയിട്ട്. അങ്ങനെ രാധികാമ്മയ്ക്ക് നല്ല 8ന്റെ പണിയൊക്കെ കിട്ടുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങൾ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പം നാളെ ഗീതു താൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ഗോവിന്ദനോട് തുറന്നു പറയാമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ ഗോവിന്ദ് വീട്ടിലൊക്കെ വരുന്ന ഏത് അവസ്ഥയിലാണെന്നും പറയാൻ പറ്റത്തില്ല. അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.